ഈ ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മുടെ അഖിൽമാരാരെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഹാഷ്മിയോട് വലിയ ദേഷ്യം തോന്നിയിരുന്നു. ഈ ചീട്ട് കീറി ഒരു രാഷ്ട്രീയ പ്രസക്തിയും ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഈ അഖിൽമാരാരെ ഇവിടെ വിളിച്ചിരുത്തി അയാൾ എന്നും ആഗ്രഹിക്കുന്നത് പോലെ യാതൊരു കാമ്പും കഴമ്പും ഇല്ലാത്ത വിവാദവും ശബ്ദവും ഉണ്ടാക്കി ആഹ്ലാദിപ്പിച്ച് അർമാദിപ്പിച്ച് എന്ത് ഉണ്ടാക്കാനാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. സംഗതി പക്ഷേ ചില ക്ലിപ്പുകൾ കാണുമ്പോൾ ഈ അഖിൽമാരാർ വധം ആട്ടക്കഥ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഗതി നടത്താനാണ് കൊണ്ടുവന്നത് എന്ന് ഇപ്പോൾ കണ്ടപ്പോൾ തോന്നിപ്പോയി. അതിൽ ഓരോന്നായിട്ട് എടുക്കണം. ആദ്യത്തെ കാണാം. സുരേഷ് ഗോപി ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രതികരണം കേൾക്കാവോ? താങ്കൾ കേട്ടാണ്, താങ്കൾ അറിയാവുന്ന ആളാണ്. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടോ, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനു ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മുടെ സമയം കളയേണ്ട. രമേശ് പിഷാരടി തെറ്റി. രമേശ് പിഷാരടി അട്ടർ പറയാം. കാരണം എന്താണ്? രമേശ് പിഷാരടി 2-3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേണ്ട, 2 മാസം കൊണ്ട് അഖിൽ തെളിയിച്ചു. അതെന്താ പ്രയാസം? അഖിലിനെ പോലെ ഇത് ചോദിച്ചു നന്നായി. പിഷാരടി ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ സമയത്ത് പല ആൾക്കാരും ചോദ്യം, ഈ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ യോഗ്യത? ഇത് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സർക്കാസ്റ്റിക്കലി തിരിച്ചു ചോദിക്കുന്നു, എന്താണ് പിഷാരടി? കാരണം സിനിമാ മേഖലയിൽ നിന്ന് വന്ന മറ്റൊരാളാണല്ലോ, എന്താണ് പിഷാരടിയുടെ യോഗ്യത? ഈ മറു ചോദ്യത്തും പിഷാരടിയുടെ യോഗ്യത അഖിൽമാരാർക്ക് അറിയില്ലേ? പിഷാരടി ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് ആ പാർട്ടിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് അതിൽ അഭിപ്രായം പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരാളാണ്. തൊപ്പിയായിട്ട് വഴക്കിടാൻ പോയ ഒരാളല്ല. വളിപ്പ് പറഞ്ഞും വളിപ്പ് പോസ്റ്റിട്ടും വളിപ്പത്തരമുണ്ടാക്കി ഒരു നിലവാരമില്ലായ്മ കാണിച്ച ആളല്ല. അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ യോഗ്യത ബിഗ് ബോസിലൂടെ വന്ന ആളുമല്ല. അതിനൊരു മാർക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം യാതൊരു മണവും ഗുണവും ഇല്ലാത്ത 2 പേരെക്കുറിച്ച് ഒരാൾ പറഞ്ഞ കമൻറ്റ്, അവരെ എങ്ങനെങ്കിലും അവിടെ നിന്ന് മോചിപ്പിക്കണം, അവരിലെ ബിഗ് ബോസിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുവാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ചുള്ള വീക്ഷണം അതാണ്. അതിനപ്പുറത്ത് എന്ത് തേങ്ങയാണ് ഉള്ളത്? ഒരു തേങ്ങയില്ല. ഞാൻ അടുത്ത കേട്ടോ. എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അതായത് മാധ്യമങ്ങൾ അന്ന് ടൈറ്റിൽ കാർഡ് അടിച്ചിറക്കി പിഷാരടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത അഖിൽമാരാർ. അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ പരിഹസിച്ചു എന്ന രീതിയിലാക്കി ഇദ്ദേഹത്തിന്റെ മുന്നിൽ പലരും അല്ല, കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ. അഖിൽമാർ ഇന്നത്തെ അല്ല, നാളത്തെ അല്ല, മറ്റന്നാൾ 2 കൊല്ലം കഴിയട്ടെ മാസം കഴിയുമ്പോൾ മഹാത്മാഗാന്ധി ഉൾപ്പെടെയാണ്. അതൊന്ന് അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അഖിൽമാരാരെ എന്തെങ്കിലും പറഞ്ഞാൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. പിന്നെന്താ പറയുന്നത്, ആ പരമ്പരയിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ത്യാഗോജ്വലമായ നമ്മുടെ പുത്തൂരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത പുത്തൂർ രാജ്യത്തെ മഹാത്മാവാണ് അഖിൽമാരാർജി. സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയെ തമ്മിൽ കമ്പയർ ചെയ്യൽ അശ്ലീലമാണ്. ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഞാൻ എന്നെ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്തില്ല. ഞാനൊന്ന് ചിരിച്ചോട്ടെ. നിങ്ങൾ ഈ ചിരിയെ കുറ്റം പറയരുത്. എന്താ ഈ ഹാഷ്മി ചോദിക്കുന്നത്? അശ്ലീലമാണ്, മര്യാദകേടാണ് അങ്ങനെ താരതമ്യം ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു വൃത്തം പോലും ഇല്ല. മറ്റൊന്നിന് ധർമ്മയോഗത്താൽ അത് താനല്ലേ ഇതെന്ന് വർണ്ണയത്തിലെ ആശങ്ക മാത്രമേ ഉള്ളൂ. ഇതിപ്പം വർണ്ണയത്തിലെ അഭിമാനവും അശ്ലീലവും കോട്ട് ചെയ്തതാണ്. ഞാൻ എന്റെ നിലപാട് പറയാം. ഞാൻ പറഞ്ഞത് ഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. കാരണം ആ നിലപാടുകൾ മാറും. പക്ഷെ അത് T20 കാശ് തന്നില്ല, കാശ് ചോദിച്ചിട്ട് തന്നില്ല. എൻ്റെ സാമ്പത്തിക പുനരധിവാസവും മാനസിക പുനരധിവാസവും ശാരീരിക പുനരധിവാസവും എല്ലാം നമ്മുടെ 2020 ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജിയായിട്ട് താരതമ്യം ചെയ്യുന്നത്. എന്തോ ഒരു നിലപാട്. സത്യത്തിനൊപ്പമാണോ? എന്റെ നിലപാട് സത്യത്തിനൊപ്പമാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. പിന്നെ ഒരു ലോകത്തിന് ആർക്കായാലും ഒറ്റ നിലപാടുണ്ടാവും. കാര്യം നമ്മുടെ അച്ഛൻ, അമ്മ ചൂണ്ടിക്കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഉപമ ഉണ്ടോ? ഉപമ അപമാനങ്കലാരകൃതി.
എന്ന് പറയുന്നു അന്ന് നീ മാറ്റി പറയും. DNA ടെസ്റ്റ് നടത്താൻ നിൽക്കുവോ? മംഗലശ്ശേരി മാധവമേനോൻ എന്റെ അച്ഛനാന്നും പറഞ്ഞ് നീലകണ്ഠൻ ഇങ്ങനെ അഹങ്കരിക്കും. അല്ല, അഖിൽമാരാ. മോത്തോക്കി പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു അഖിൽമാരാണ് പറയുന്നത് ഈ പരമമായ സത്യം എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ, ആപേക്ഷികമല്ല അത്. സത്യങ്ങൾ ആപേക്ഷികമാകാം, പക്ഷേ സത്യം സത്യമാവണം എന്നില്ല. ചേർന്ന് നിൽക്കുന്നത് എന്തിനൊപ്പം? ആ പുള്ളിയുടെ ഒരു പണിയുണ്ടോ? അമ്മ പറഞ്ഞാൽ അച്ഛനെ മാറ്റി പറയുമെന്ന് പറഞ്ഞത് അതൊരു സത്യമാണോ എന്ന് ചോദിച്ചതിന് ആ പുള്ളി ഒരു പ്രായമായ മനുഷ്യനെ കഥയെന്ന് പറയാ, താങ്കളുടെ സത്യം താങ്കളുടെ സത്യമായി. എല്ലാവർക്കും ഇത് സത്യമാകണമെന്നില്ല. ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണമെങ്കിൽ ബിഗ് ബോസ് വിന്നറായി 50 ലക്ഷവും കാറും ഒരു ഇന്റർവ്യൂവിന് ഒരു ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാം. എനിക്ക് പിണറായി ആർക്കാ ഒരു ഇന്റർവ്യൂവിന് 5 ലക്ഷം രൂപ വരുന്നേ? അതിനകത്ത് വീണവരെല്ലാം നശിച്ച് ആരാ രക്ഷപ്പെട്ടത്? ഒരുത്തർ റോബിൻ രാധാകൃഷ്ണൻ നടന്ന് കരയുന്നു, റോഡിൽ കൂടെ നടന്ന് ആളുകളുടെ എല്ലാം കാശ് വാങ്ങിച്ച് അത് തിരിച്ചു കൊടുത്ത് പണി മൊബിലൈസ് ചെയ്ത് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് 46 ലക്ഷം 56 ലക്ഷം കൂടെ ജീവിക്കുന്ന പെൺകുട്ടി പോലും ഇപ്പോൾ അപമാനമായെന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ബിഗ് ബോസിൽ 5 ലക്ഷം രൂപ ഇന്റർവ്യൂ. ഞാൻ പിണറായി വിരുദ്ധതയല്ല, സത്യം പറഞ്ഞതാ. ദുരിതാശ്വാസത്തിൽ എന്താ തട്ടിപ്പ് വന്നില്ലേ? കേട്ടല്ലോ, ഇതൊരു കഷണം. ഇനി ബാക്കി കഷ്ണം പിന്നീട് കേൾക്കാം. തിരക്കുണ്ട്.